കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാർക്കെതിരെ കേരള VC, രജിസ്ട്രാറുടേത് ധിക്കാരപരമായ നടപടി. രജിസ്ട്രാറുടെ നടപടികൾ ഗവർണർ പദവിയോടുള്ള അനാദരവാണെന്നും റിപ്പോർട്ടിൽ പരാമർശം. രാജ്ഭവന് VC റിപ്പോർട്ട് സമർപ്പിച്ചു. അർജുൻ രാജ് ചേരുന്നു വിവരങ്ങളുമായി. അർജുൻ, ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രജിസ്ട്രാർക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങളാണ് VCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെ അനാദരവ്, നിയമലംഘനം രജിസ്ട്രാർ കാണിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്? ലക്ഷ്മി, രജിസ്ട്രാർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും രജിസ്ട്രാറിന്റെ നടപടികളെ കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന ശുപാർശയുമാണ് ഇപ്പോൾ രാജ്ഭവന് കേരള സർവകലാശാല വൈസ് ചാൻസലർ നൽകിയിട്ടുള്ള ശുപാർശ. രജിസ്ട്രാറുടെ പെരുമാറ്റം, അതായത് സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ അതിന് അനുമതി നൽകാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുമതി നൽകാതെ എടുത്ത പെരുമാറ്റം അനുചിതമായിരുന്നുവെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിലാണ് ആ സെനറ്റ് ഹാളിലെ സെമിനാറിനകത്ത് രജിസ്ട്രാർ ഇടപെട്ടത്. രജിസ്ട്രാർക്ക് കൃത്യമായ ഉത്തരവാദിത്ത ബോധം ഉണ്ടായില്ല. ഒരു മതചിഹ്നത്തെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളോ വിശ്വാസയോഗ്യമായ റിപ്പോർട്ടോ ഇല്ലാതെയാണ് രജിസ്ട്രാർ പ്രവർത്തിച്ചതെന്ന് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലും ആരോപിക്കപ്പെട്ട ചിഹ്നം ഏതാണെന്നോ അത് ഏത് മതത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നോ വ്യക്തമാക്കുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ഗവർണർ റിപ്പോർട്ട് തേടിയതിനു ശേഷം VC രജിസ്ട്രാറോട് റിപ്പോർട്ട് തേടിയിരുന്നു. ആ രജിസ്ട്രാറുടെ മറുപടി മതചിഹ്നം ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ പരിപാടിക്ക് അനുമതി നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടെടുത്തതെന്നായിരുന്നു രജിസ്ട്രാറുടെ മറുപടി. ഏതാണ് ആ മതചിഹ്നം എന്ന് വ്യക്തമാക്കണമെന്ന് രജിസ്ട്രാറോട് വൈസ് ചാൻസലർ ആവശ്യപ്പെട്ടിട്ടും കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ VC ഈ റിപ്പോർട്ടിനകത്ത് കൃത്യമായി പറയുന്നത് ഭാരതാംബ എന്ന് പറയുന്നത് ഏതെങ്കിലും മതത്തെ പ്രതിനിധീകരിക്കുന്നതല്ല എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ഗവർണറെ പോലെ തന്നെ ഭാരതാംബ ഏതെങ്കിലും മതത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് എന്ന് വൈസ് ചാൻസലർ വിശ്വസിക്കുന്നില്ല. അതൊരു പൊതുചിഹ്നമായിട്ടാണ് വൈസ് ചാൻസലറും കാണുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഇത്തരത്തിലുള്ള കടുത്ത നടപടിയിലേക്ക് രജിസ്ട്രാർക്കെതിരെ പോകണം എന്ന നിലപാട് വൈസ് ചാൻസലർ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറുടെ കയ്യിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. തന്റെ പരിപാടി തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ ഗവർണർ എന്ന പദവിയോട് അനാദരവ് കാട്ടിയെന്ന് പറഞ്ഞ വേണമെങ്കിൽ രജിസ്ട്രാർക്കെതിരെ കടുത്ത നിലപാടിലേക്ക് ഗവർണർക്ക് പോകാൻ കഴിയും. ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം അന്ന് നടന്നതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം ചാൻസലർ കൂടിയായ ഗവർണർക്ക് പ്രഖ്യാപിക്കാനും കഴിയും. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന സൂചനയാണ് വൈസ് ചാൻസലർ നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ഇനി എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലക്ഷ്മി, അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.